കഴിഞ്ഞ കണ്ണിനു സൗഭാഗ്യം. സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ആദ്യമേ തന്നെ ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. ഓശാന തിരുനാൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നടന്നു വരികയും വലിയ കുരുത്തോലകൾ കയ്യിലേന്ത് കഴിയുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു അഴകാണ്. നമ്മളിവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട്. എനിക്കറിയാം, എൻ്റെ ചെറുപ്പത്തിൽ ഓശാന തിരുനാളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ചില സംഭവങ്ങൾ ഇന്നും അത് പഴയ പോലൊക്കെ തന്നെ അരങ്ങേറിയിട്ടുണ്ട്. അതുകൊണ്ട് ഓശാനയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഓശാന തിരുനാളിന് ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ഞാൻ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അതുപോലെ തന്നെ അച്ഛന്മാരും ഈ ഓശാനയ്ക്ക് കുരുത്തോല കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഭവമുണ്ട്. എനിക്ക് ഏറ്റവും നീളമുള്ളതും വലിപ്പമുള്ളതുമായ കുരുത്തോല കിട്ടണം. അത് ചെറിയൊരു വാശിയാണ്. ഇന്നും അതേപോലൊരു സംഭവം ഞാൻ ഓശാനയ്ക്ക് ഓല കൊടുക്കുമ്പോൾ ഉണ്ടായി. ഒരാളെന്നോട് നീളമുള്ളതും വലുപ്പമുള്ളതൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു വാങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓശാനയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, ഈ ഓശാനയ്ക്ക് ഇങ്ങനെ വരിവരിയായിട്ട് പോകുമ്പോൾ എൻ്റെ കുരുത്തോലയായിരിക്കണം ഏറ്റവും ഉന്നതത്തിൽ, ഇങ്ങനെ എത്തിക്കുത്തി നോക്കി നിൽക്കാൻ വേണ്ടി. ആ ഒരു അതുപോലെ തന്നെ പണ്ട് ഈ ഓശാനയുടെ ദിവസങ്ങളിൽ ഈ എല്ലാവരും ഈ ഓശാന വലിയൊരു ഓല മേടിക്കുന്ന പ്രധാന ഘടകം അത് ഈ ഓശാന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു ദിനമാണ്. ഞാനിങ്ങനെ അവിടെ നിന്ന് മഠത്തിൽ നിന്ന് ഏറ്റവും പുറകിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ നോക്കിയപ്പോൾ 2 വരിയിലുമായിട്ട് ഓലയൊക്കെ പിടിച്ച് അതിനുശേഷം ഒരു രംഗം നമ്മൾ കുറച്ച് മുമ്പ് അവിടെ കണ്ടു. എല്ലാവരും മാനവാതിൽക്കന് മുമ്പിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലി: വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അച്ഛൻ കുരിശെടുത്ത് ഒരു മുട്ടങ്ങ് മുട്ടി. ആ മുട്ടിൽ നമ്മുടെ വാതിൽ തുറന്നില്ല. വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു: വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, ഈ മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു. അപ്പോഴും തുറന്നില്ല. 3ാമത്തെ മുട്ടിൽ അത് നമ്മുടെ ആനവാതിൽ തുറന്ന് നമ്മളെല്ലാവരും ഈ വാതിൽ തുറന്നതിനെ പറ്റിയിട്ട് ഈ ഓശാനയുടെ ദിനത്തിൽ ധ്യാനിക്കാമെന്ന് ഞാൻ വിചാരിക്കുക. ഈ വാതിൽ തുറക്കുന്നതിനെ പറ്റിയിട്ട് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളുടെ വാതിക്കൽ മുട്ടി വിളിക്കുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ടാൽ വാതിൽ തുറന്നാൽ അവനോടൊപ്പം ഞാൻ ഭക്ഷണത്തിനിരിക്കും.
ഞാൻ നിങ്ങളുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നു, ആരെങ്കിലും ഈ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കും. ഇതിനു മുമ്പ് ഒരു വാക്കും കൂടിയുണ്ട്. ആ വാക്കാണ് ഇന്നത്തെ ഈ ഓശാനയുടെ ഈ ധ്യാന വിചിന്തനം. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അനുതപിക്കുക, ഞാൻ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നു, ആരെങ്കിലും ഈ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. പ്രിയമുള്ളവരെ, ഈ ഓശാനയുടെ ദിനത്തിൽ നമ്മളിങ്ങനെ കുരുത്തോലകളൊക്കെ പിടിച്ച് ഈ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുരുത്തോലയൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇത് അനുതാപത്തിൻ്റെ തിരുനാളാണ്. കരിക്കുരി പൂശിക്കൊണ്ട്, ചാരം നെറ്റിയിൽ പൂശിക്കൊണ്ട് വിഭൂതി ബുധനാഴ്ച ആരംഭിച്ച നമ്മുടെ ഈ നോമ്പിൻ്റെ ആചരണം ചെന്ന് നിൽക്കുന്നത് ഈ വലിയൊരു ആഴ്ചയല്ല. ഇവിടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളും ഉത്ഥാനവും ഒരുപോലെ കൊണ്ടാടുന്ന സുദിനങ്ങളിലേക്ക്. അതുകൊണ്ട് ഈ സുദിനത്തെ ആഘോഷങ്ങൾക്കുപരി അനുതാപത്തിൻ്റെ ദിനങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ പ്രവേശിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ഇത് അനുതാപത്തിൻ്റെ നാളുകളാണ്. ഓശാന എന്ന് പറയുന്നത് ജയത്തിൻ്റെ തിരുനാളാണെങ്കിലും അത് ഒരു അനുതാപത്തിൻ്റെ വെല്ലുവിളിയാണ്. കാരണം ആകാശത്തിനും മീതെയും ആകാശത്തിനും ഭൂമിയുടെ മധ്യേ നാട്ടി നിർത്തിയ ഒരു കുരിശ്, ആ കുരിശിൽ തൂക്കപ്പെട്ട ഒരു ക്രിസ്തു, ആ ക്രിസ്തു എനിക്കും നിനക്കും വേണ്ടി, എൻ്റെ പാപത്തിനും നിൻ്റെ പാപത്തിനൊക്കെ വേണ്ടിയിട്ട് മുറിവേറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൻ്റെ അസ്ഥികൾ നുറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒരു അനുതാപത്തിൻ്റെ ദിവസമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, പൊന്നു തമ്പുരാനെ, അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണേ. കാരണം എനിക്കും നിനക്കൊക്കെ വേണ്ടിയിട്ട് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ നീട്ടി കുത്തിയ ഒരു കുരിശുണ്ട്. ആ കുരിശിൽ കിടക്കുന്നത് എൻ്റെ പൊന്നു തമ്പുരാൻ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്: അനുതപിക്ക്. ഈ അനുതാപത്തിലേക്കാണ് നമ്മളെല്ലാവരും ഓശാന ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഓശാന യാത്ര നമുക്കറിയാം, ഈശോയുടെ യാത്ര വളരെ സംഭവബഹുലമായ ഒരു യാത്രയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ യാത്രയ്ക്കൊക്കെ ഒത്തിരിയേറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പിൽ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഏറ്റവും കൂടുതൽ കേട്ട ഒരു യാത്രയുണ്ട്, മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. എല്ലാവരും അതിനെപ്പറ്റി ട്രോൾ ചെയ്തായിരുന്നു, അതിനെപ്പറ്റി പല കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇന്ന് അതുപോലൊരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഒത്തിരിയേറെ യാത്രകളുള്ള ഒരു കാലഘട്ടമാണ്. കേരള യാത്രയുണ്ട്, നവകേരള യാത്രയുണ്ട്, ജോഡോ യാത്രയുണ്ട്, ഗ്യാരണ്ടി യാത്രയുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ യാത്രകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് ഇറങ്ങി വന്നുകൊണ്ട് അനുതാപത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു. ഈ യാത്രയുടെയൊക്കെ നമ്മൾ പറയുന്ന, നേരത്തെ പറഞ്ഞ ഈ യാത്രകളുടെയൊക്കെ അവസാനം എന്ന് പറയുന്നത്, ആ യാത്രയുടെ അവസാനത്തിൽ കുറേ ഉപേക്ഷിക്കപ്പെട്ട മാലിന്യക്കുപ്പികളും ബാരിക്കേഡുകളും ചില പോസ്റ്ററുകളൊക്കെയാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ആ യാത്രയുടെ അവസാനം. അതൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കൊക്കെ മനസ്സിലാക്കി ആ യാത്ര കൊണ്ടൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന്. എന്നാൽ കർത്താവ് സഞ്ചരിച്ച ഒരു യാത്രയുണ്ട് ജെറുസലേമിലേക്ക്. ആ യാത്രയെ നമുക്ക് രാജകീയ പ്രവേശനമെന്ന് വിളിക്കാം. കാരണം ആ യാത്രയുടെ അവസാനം അവർ വെട്ടിയിട്ട് നിരത്തിയത് ഒലിവിൻ ചില്ലകളായിരുന്നു. അവർ തമ്പുരാൻ കടന്നു പോകുന്ന വഴിയിൽ വിരിച്ച തുണികൾ അവരുടെ മേലങ്കികളായിരുന്നു. പഴയ പുസ്തകത്തിൽ, പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. അവർ ഇറക്കിയിട്ട് അല്ലെങ്കിൽ അവർ വിരിച്ചിട്ടിരുന്ന ആ മേലങ്കി, ഈ മേലങ്കിയുടെ ഒരു പ്രത്യേകതയുണ്ട്, പാവപ്പെട്ടവരുടെ അവസാനത്തെ അത്താണിയ. പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്? പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, പാവപ്പെട്ടവൻ അവന് ഒന്നുമില്ലാത്തതിൻ്റെ അവസാനത്തിൽ അവൻ വിറ്റ് ഭക്ഷണം മേടിക്കാൻ ഉപയോഗിക്കുന്നത് ഈ മേലങ്കിയാണ്. ഈ മേലങ്കി പോലും തമ്പുരാന് വേണ്ടി വിട്ടുകൊടുത്തു, അവന് വേണ്ടി വിരിച്ചിട്ടു, അവൻ അതിലൂടെ കടന്നുപോയി. തമ്പുരാൻ യാത്ര ചെയ്ത ഒരു കഴുതയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ആരും ഇതുവരെ സഞ്ചരിക്കാത്ത ഒരു കഴുതയുടെ പുറത്ത്. പ്രിയമുള്ളവരെ, ഈ ഓശാനയുടെ ദിനത്തിൽ തമ്പുരാൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളെല്ലാവരും അനുതപിക്കുക. നിങ്ങളിൽ കഴിയുന്നതിൽ പരം എന്ത് മേന്മയാണുള്ളത്? ദൈവം തൻ്റെ ദാസനായ ഈശോയെ, തൻ്റെ പുത്രനായ ഈശോയെ, ഏകജാതനെ നമുക്കൊക്കെ നൽകി. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് അവൻ മനുഷ്യനെ പോലെയൊക്കെയായി. ഇത്രയും എളിമപ്പെട്ട് അവൻ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് നമ്മുടെ അടുത്തേക്ക് പാപത്തിന് പരിഹാരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ക്ഷമിച്ചു തുടങ്ങേണ്ട കാലം കുറച്ച് അധികമായി പോയിട്ടുണ്ട്. നമുക്കൊക്കെ ഇനി സ്നേഹിച്ചും ക്ഷമിച്ചും ജീവിക്കാം. എന്ന് പറഞ്ഞ പോലെ അവർ
യൂദയിലെ നാട്ടുകാർ, ആളുകൾ അവരുടെ മേലങ്കി വിരിച്ച് തമ്പുരാന് വഴി ഒരുക്കിയപ്പോൾ നമ്മളും നമ്മളെ തന്നെ സമർപ്പിക്കാം. കാരണം ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും തമ്പുരാന് ദാനം ചെയ്തു. ഉണ്ടായിരുന്ന മേലങ്കി പോലും ഇട്ടുകൊടുത്ത് അതിന്മേൽ നടക്കാൻ അനുവദിച്ചു. കാരണം ആ മേലങ്കിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വിലയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഓശാനയുടെ തിരുനാളിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ അനുതാപം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. കാരണം ഈ കിടക്കുന്ന തൂക്കപ്പെട്ട ക്രൂശിതൻ എനിക്കും നിനക്കും വേണ്ടിയിട്ട് മുറിയപ്പെട്ടതാണ്. ഈ തൂക്കപ്പെട്ട ക്രൂശിതൻ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്: അനുദപിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ ഞാൻ വരും, നിന്നോടൊപ്പം ഞാൻ ഭക്ഷണം കഴിക്കും. ഇങ്ങനെ എളിമപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും സ്നേഹത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് കാറസൂസ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ കുർബാന 9:30. കുടുംബയോഗം 5 മണിക്ക് സേക്രഡ് ഹാർട്ട് യൂണിറ്റ് ജോസഫ് ഔസേബ് വെളിപ്പറമ്പിൽ. 6 മണിക്ക് ഹോളി ട്രിനിറ്റി യൂണിറ്റ് ജോസ് അബ്രാഹം പോത്തപ്പറമ്പിൽ. നൊയമ്പുകാല പിരിവിൻ്റെ കവർ എല്ലാ യൂണിറ്റിലേക്കും കൊണ്ടുപോവുക. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദിക വിദ്യാർത്ഥികൾക്കായി ഒരു ദൈവവിളി ക്യാമ്പ് ഏപ്രിൽ 2, 3, 4 തീയതികളിൽ ചുണങ്ങംപേലി നിവേദിതയിൽ നടത്തുന്നുണ്ട്. പോകാൻ താല്പര്യമുള്ളവർ പേര് തരിക. നോട്ടീസ് ബോർഡിൽ വിശദ വിവരങ്ങൾ ഇട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച കുമ്പസാര ദിവസമാണ്. ആ ദിവസങ്ങളെല്ലാം രാവിലെ കുർബാനയ്ക്ക് ശേഷം അല്പനേരം ഇവിടെ കുമ്പസാരം ഉണ്ടായിരിക്കും. അതുകൂടാതെ ചൊവ്വാഴ്ച വൈകുന്നേരം 4 മുതൽ 7 വരെ പുറമേ നിന്ന് 2 അച്ഛന്മാരുണ്ടായിരിക്കും കുമ്പസാരിപ്പിക്കുവാൻ. പെസഹ വ്യാഴാഴ്ച രാവിലെ 6:30 കർമ്മങ്ങൾ, കുർബാന, തുടർന്ന് ആരാധന. സമയക്രമമെല്ലാം നോട്ടീസ് ബോർഡിൽ നിന്ന് നോക്കുക. വൈകിട്ട് 6-ന് സമാപന കർമ്മങ്ങൾ. വെള്ളിയാഴ്ച രാവിലെ 6:30 കർമ്മങ്ങൾ, വൈകിട്ട് പൊതു ആരാധന, അപ്പം മുറിക്കൽ ശുശ്രൂഷ. ദുഃഖവെള്ളിയാഴ്ച രാവിലെ, പെസഹ വ്യാഴാഴ്ചയാണ്, വൈകിട്ട് പൊതു ആരാധനയും അപ്പം മുറിക്കൽ ശുശ്രൂഷയും. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 6:30 കർമ്മങ്ങൾ, വൈകിട്ട് 4-ന് കുരിശിൻ്റെ വഴി നഗരി കാണിക്കൽ. ശനിയാഴ്ച രാവിലെ 6:30 കർമ്മങ്ങൾ, രാത്രി 10-ന് ഉയർപ്പിൻ്റെ കർമ്മങ്ങൾ. ഈസ്റ്റർ ഞായർ രാവിലെ 7-ന് ഒരു കുർബാന. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് ദൈവനാമത്തിൽ വരുന്ന കർത്താവിനെ ഓശാന പാടി സ്തുതിക്കാം. ജൈവികളുടെ മധ്യത്തിൽ പ്രതാപശാലിയായി ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിച്ച കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എബ്രായ ബാലന്മാരുടെ സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ജനങ്ങൾ നിശബ്ദരായിരുന്നാൽ നിർജീവങ്ങളായ കല്ലുകൾ തന്നെ ആർത്തു വിളിക്കുമെന്ന് അരുൾ ചെയ്ത കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മനുഷ്യരുടെ മുമ്പിൽ അങ്ങേ അംഗീകരിച്ച് പറയുന്നവരെ സ്വർഗപിതാവിന്റെ പക്കൽ താനും അംഗീകരിച്ച് പറയുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മനുഷ്യവർഗത്തെ ഉദ്ധരിക്കുവാൻ ലോകത്തിൽ അവതരിച്ച ഇസ്രായേലിന്റെ രാജാവായ കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ശാന്തശീലനും വിനീത ഹൃദയനുമായ കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, ബലവാനായ ദൈവം, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങൾ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മളുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമായി, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. താതനും അതുപോലാത്മജനും ദിവ്യറുഹാക്കും സ്തുതിയെന്നും, ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, വൃദ്ധരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉത്തിതരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിലെന്നേക്കും, നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിയിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും, യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് സത്യവുമാകുന്നു. അവിടുന്ന് വഴി സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമ്മൾക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിലും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദീസയിൽ ശരീരത്തിന്റെ ഏർപ്പം നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോട് പാത്രസ്കന്മാരും ഭർത്താക്കന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളെയും കന്യകളെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹത്തിലും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സാധനം രക്ഷിക്കും സ്വർഗ്ഗത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണം എൻ്റെ സഹോദരരെ. ഈ കുർബാനൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന എവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം ഇസ്ഹാഖ്യാക്കോബിന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവ ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങൾ സ്തുതിയും എല്ലാ നാവുകളും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലെ സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലൂടെ ആസ്വദിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
ഓർശലേം നാഥന് ഓശാന, കൃത്തിൽ നിന്നും ഉയരും സ്തുതിഗീതങ്ങളാ. ഓശാന ഓശാന ദാവീദാത്മജനോശാന. ഓശാന ഓശാന ദാവീദാത്മജനോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് ബാബാക്കും ഞങ്ങളെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ മെത്രാപ്പോലിത്താക്ക് വേണ്ടിയും ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരാൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തിൽ പ്രത്യാശപുരം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും ഇവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടിയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ളവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടുള്ളവർക്ക് വേണ്ടിയും
ഈ ദേശത്തിന് വേണ്ടിയും ഈ ഇടവകയ്ക്ക് വേണ്ടിയും ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഇടവകയിൽ സേവനം ചെയ്യുന്ന എല്ലാ സന്യസ്തർക്ക് വേണ്ടിയും അയോഗ്യനും ബലഹീനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരത്തെ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തി സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യം വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ ഞങ്ങളുടെ നാഥരക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയജനകവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുടെ പിളവിലെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന മൂല രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്ക് തുതം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാഴ്ചനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗ്ഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനരക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരതത്വങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും
പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവൻ കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവങ്ങളുടെ ദാസരുടെ പാപം അപരാധവും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളെ അതിനങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന തരങ്ങൾ കൊണ്ട് ഞങ്ങളെ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ലഭിച്ച മനോവിശ്വാസം ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിന്നവരുടെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലെ രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിലും എന്നേക്കും സ്തുതി. ആമേൻ. നമ്മുടെ രാജാവായ ദൈവം തൻ്റെ പുത്രൻ്റെ വിരുന്നിന് നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ വിരുന്നിൽ നമുക്ക് സംബന്ധിക്കാം. ഓശാന പാടിക്കൊണ്ട് നമുക്ക് അവിടുത്തെ സ്വീകരിക്കാം. നമ്മെ ജീവിക്കുന്ന കർത്താവേ, ശംശയുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വരുന്ന ഇസ്രായേലിന്റെ രാജാവിനെ സ്നേഹപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. പോസ്തിരൂപനാമി പോയേ കുർബാനയായി തീർന്നവനേ, ഹൃദയമാമൽ താരയിൽ വാസമാകാൻ അപ്പമാ നാവിൻ കൊമ്പിൽ വന്നിടും ഉള്ളിലലിയും കാരുണ്യമേ സ്നേഹമേ. വാസമാ
ഓസ്തിരൂപനാമീശോയേ ഇടറുമെൻ വിധിയിൽ കാവലേകി ഇടറിടാതെ നയിച്ചിടാ തെളിയുന്ന വീതികയേ ആർദ്രമാം സ്നേഹമാ അഴലെല്ലാം നീക്കിടാ വന്നയാ എന്നിൽ നീ വന്നിടണേ ആത്മാവിനാനന്ദമായി യേശു നിറയണമേ ഓസ്തിരൂപനാമീശോയേ കുർബാനയായി തീർന്നവനേ ഹൃദയമാമൽത്താരയിൽ വാസമാകാം അപ്പമായി നാവിൻ തുമ്പിൽ വന്നിടും ഉള്ളിലലിയും കാരുണ്യമേ സ്നേഹമേ അകലയായി നീങ്ങുമൻ ജീവിതത്തെ അരികിലായി ചേർത്തിടാ അണയുന്ന കാരുണ്യമേ കരുതലിൻ അപ്പമാ ആത്മാവിൻ ഭോജ്യമാ ഓസ്തിയായി കൃത്തിൽ നീ വന്നിടണേ ജീവനാധാരമായി എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഓർമ്മദാനത്തെക്കുറിച്ച് കർത്താവേ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി ദിവസങ്ങളിൽ ദർശന സമൂഹത്തിലെ അംഗങ്ങൾ അംഗവസ്ത്രം ധരിച്ചു വരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, തിരുവചനത്താൽ വിശദീകരിക്കപ്പെട്ട് ദിവരഹസ്യങ്ങൾ നവജീവനം പ്രാപിക്കാൻ പാപികളും ബലഹീനരുമായ ഞങ്ങളെ വിളിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിശ്വസതാപൂർവ്വം പാലിച്ച് രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. പാപികളെ വിളിക്കുന്നവനും ദാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കാൻ അംഗമായ കൃപയാൽ നീ ഞങ്ങൾ അർഹരാക്കി. നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിച്ച് നീതിമാന്മാരുടെ കൂടെ സ്വർഗീയോസ്ലേമിൽ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിനെയും നാഥ എന്നേക്കും. ആമേൻ. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കർമ്മ അയച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ.
ദൈവത്തിന് അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ ശ്രദ്ധാചകണമേ. നിങ്ങളുടെ മേൽ അവിടുത്തെ കൃപാവരം ചൊരിയട്ടെ. അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയും ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമല്ലോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുവചനം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം ഓർമ്മെടുക്കുന്ന അവരുടെ പൂജപ്പെട്ട കരങ്ങളെ ബലിമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ അങ്ങേ പൗരോഹിത്യത്തിന്റെ മകനെ മുദ്രവധിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകസ്വങ്ങൾ അകറ്റി വിശുദ്ധമായ കാത്തുകളെയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോക